പ്രൈസ് ദി ലോർഡ്. ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ഇന്നൊരു സാക്ഷിയെ സഭയിൽ നിൽക്കാൻ തക്കവണ്ണം ഒരുക്കിയ അവസരങ്ങൾക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. ഈ അവസരം നൽകി നമ്മുടെ സഭയ്ക്കും പ്രിയ PAPA മെമ്പേഴ്സിനായും നന്ദി പറയുന്നു. എൻ്റെ സാക്ഷ്യത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഒരു ബൈബിൾ വാക്യം വായിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. Psalms chapter 25 verse 3. No one whose hope is in the Lord will ever be put to shame, but they will be put to shame who are treacherous without excuse. Amen. എൻ്റെ സാക്ഷ്യം തുടങ്ങുന്നത് ഫെബ്രുവരി 2019. ഞാൻ എൻ്റെ ഫാമിലിയോട് കൂടെ അബുദാബിയിൽ നിന്നും ഡൽഹിയിലോട്ട് വരുന്ന സമയത്തേക്കാണ് ഈ സാക്ഷ്യം സ്റ്റാർട്ട് ചെയ്യുന്നത്. ഞാൻ എഞ്ചിനീയറിംഗ് കംപ്ലീറ്റ് ചെയ്ത് ഇലക്ട്രോണിക്സ് എഞ്ചിനീയർ ആയിട്ട് ഗ്രാജുവേറ്റ് ആയി. ഉടനെ തന്നെ ഡാഡ വർക്ക് ചെയ്യുന്ന എത്തിഹാദ് എയർവേസ് എന്ന് പറഞ്ഞ ഒരു കമ്പനിയിൽ ഇന്റേൺഷിപ്പിന് അവസരം ദൈവം നൽകി തന്നു. വളരെ ചുരുക്കം ആൾക്കാർക്ക് ലഭിക്കുന്ന ഒരു ഓപ്പർച്യൂണിറ്റി ആയിരുന്നു അത്. അവിടെ കടന്നു നിന്ന് ഇന്റേൺഷിപ്പ് ചെയ്യുവാനും അത് 6 മാസത്തോളം ഇന്റേൺഷിപ്പ് ചെയ്ത് മടങ്ങി ഇന്ത്യയിലേക്ക് കടന്നു വരുവാനും ദൈവം ഇടയാക്കി തന്നു. ഞാൻ പാസ് ഔട്ട് ചെയ്യുന്ന അതേ സമയത്ത് തന്നെ ഞാൻ ഒരിക്കലും അപ്ലൈ ചെയ്യാത്ത, ഞാൻ ആഗ്രഹിക്കാത്ത ഒരു ജോലി കർത്താവ് ഒരു വ്യക്തി മുഖാന്തരം എനിക്കായി നൽകി തന്നു. ഞാൻ ഒരു സെമി ഗവൺമെന്റ് ഓർഗനൈസേഷനിൽ ജൂനിയർ അനലിസ്റ്റ് ആയിട്ട് ജോയിൻ ചെയ്യുവാൻ തക്കണം. എൻ്റെ റെസ്യൂം എങ്ങനെയോ ആ കമ്പനിയിലുള്ള ഒരു MDയുടെ കയ്യിൽ ലഭ്യമാവുകയും ഞാൻ ഇന്റേൺഷിപ്പ് അബുദാബിയിൽ ചെയ്യുന്ന കാര്യം അവർക്ക് വളരെ സ്പെഷ്യലായിട്ട് തോന്നി. അതുകൊണ്ട് ആ ജോലി എനിക്ക് ഓഫർ ചെയ്യുവാൻ തക്കണം. ഞാൻ ഇന്റർവ്യൂ ചെയ്യുന്നതിനും ഞാൻ അപ്ലൈ ചെയ്യുന്നതിനും ഒക്കെ മുമ്പ് തന്നെ ആ ജോലി ഓഫർ ചെയ്യുവാൻ തക്കണം അധികം മര്യാദ. അപ്പോൾ ഞാൻ ഗ്രാജുവേറ്റ് ചെയ്യുന്ന സമയത്ത് എൻ്റെ ബാച്ചിൽ ജോലിയോടുകൂടി ഗ്രാജുവേറ്റ് ചെയ്യുന്ന വളരെ ചുരുക്കം ആൾക്കാരിൽ ഒരാളായിരുന്നു ഞാൻ. അപ്പം ഈ ജോലിയെക്കുറിച്ച് അനേകരോട് ഞാൻ സാക്ഷിക്കാൻ എനിക്ക് അവസരം, ഹോസ്റ്റലിലായാലും ഒക്കെ ദൈവം അവസരങ്ങൾ ഉണ്ടാക്കി തന്നു. അപ്പോൾ ജോലിയുടെ സ്ഥലം ഡൽഹി ആയിരുന്നുകൊണ്ട് തന്നെ ഫെബ്രുവരിയിൽ 7 വർഷത്തിന് മുമ്പേ കടന്നു വരുവാൻ ദൈവം ഇടയാക്കി തീർത്തു. ജോലി തുടങ്ങിയപ്പോൾ വളരെ സന്തോഷമായിരുന്നു. ആരാധിക്കാൻ തക്കവണ്ണം IPC മയൂർ വിഹാർ എന്ന് പറഞ്ഞ ഒരു സഭ എനിക്ക് ലഭിക്കാൻ തക്കവണ്ണം ഇടയായിരുന്നു. താമസം വളരെ സൗകര്യപ്രദമായിരുന്നു. ഡൽഹിയിൽ ആദ്യമായിട്ടാണ് ഞാൻ കടന്നു വരുന്നത്. എനിക്ക് പരിചയമായിട്ടോ റിലേഷനായിട്ടോ പ്രത്യേകിച്ച് ആരും അവിടെ തന്നെ ഇല്ല. എന്നാലും ദൈവം എല്ലായിടവും എല്ലാ ആവശ്യങ്ങളും അവിടെ ചെന്നിട്ട് അസുഖം വന്നപ്പോൾ കരുതുവാൻ തക്കവണ്ണം ആൾക്കാരെ അവിടെ ഒരുക്കിയായിരുന്നു. ഞാനപ്പോൾ ചിന്തിക്കാൻ തുടങ്ങി, എനിക്ക് വേണ്ടി ദൈവം വെച്ചിരിക്കുന്ന ഇടം ഇതായിരിക്കും. അടുത്ത 5 വർഷത്തിനുള്ളിൽ ഇങ്ങനെ കരിയർ അഡ്വാൻസ്മെന്റ്സ് എനിക്കിവിടെ ചെയ്യണം. ഒത്തിരി കരിയർ ഗ്രോത്ത് ഉള്ള ഒരു ഓർഗനൈസേഷൻ ആയിരുന്നു. ഗവൺമെന്റ് ഓർഗനൈസേഷൻ ആയതുകൊണ്ട് അങ്ങനെ ഒരു കോഴ്സ് ഒരുപാടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ 2ാമത്തെ മാസം ജോലിയിൽ കടന്നപ്പോൾ എനിക്കൊരു ജോബ് ചേഞ്ച് ഉണ്ടായി. എന്നെ മാനേജ് ചെയ്യുന്ന പ്രോജക്ട് ലീഡർ വേറൊരു പ്രോജക്റ്റിന് അസൈൻമെന്റ് കിട്ടി മാറി. അന്ന് വേറെ ഒരു ലേഡി എനിക്ക് അസൈൻമെന്റ് ആയിട്ട് വന്നു. എന്തുകൊണ്ടോ അവർക്ക് എന്നോടൊരു പ്രത്യേക സ്നേഹമായിരുന്നു. വന്നപ്പോൾ തൊട്ട് തന്നെ എനിക്ക് ജോലികൾ വർദ്ധിപ്പിച്ച് നൽകാൻ തുടങ്ങി. ഞാൻ സന്തോഷത്തോടുകൂടെ ജോലി ചെയ്തിട്ടുണ്ടിരുന്നയാൾ ഇപ്പോൾ ഓവർ ടൈം ചെയ്യേണ്ടി വരുന്നു. പതുക്കെ ഓവർ ടൈം വീക്ക് ഡേയ്സിൽ നിന്ന് വീക്കെൻഡ്സിലോട്ട് എക്സ്റ്റെൻഡ് ആവാൻ തുടങ്ങി. സാറ്റർഡേസ് ജോലിക്ക് വരുവാൻ തക്കണം വരെ ചോദിക്കാൻ തുടങ്ങി. ഗവൺമെന്റ് ഓർഗനൈസേഷൻ ആയതുകൊണ്ട് നമുക്കൊന്നും തിരിച്ചു പറയാൻ പറ്റത്തില്ല. അപ്പോൾ ഞാൻ സാറ്റർഡേസ് വർക്കിംഗ് ചെയ്യാൻ തുടങ്ങി. ഫെബ്രുവരി അങ്ങനെ പോയി. പതുക്കെ അവര് സൺഡേസ് വരുവാൻ തക്കവണ്ണം നിർബന്ധപ്പെട്ടു. ഒരു ദിവസം ഞാൻ സാറ്റർഡേ വർക്ക് ചെയ്തുകൊണ്ടിരുന്നപ്പം എല്ലാവരും മുമ്പ് വെച്ച് എന്നെ പബ്ലിക്കായിട്ട് വിളിച്ചിട്ട് പറഞ്ഞു, ആലിസ് ഐ എക്സ്പെക്ട് യു ടു ബി ഇൻ ദി ഓഫീസ് ഓൺ സൺഡേ ടുമോറോ. ഞാനിപ്പം പറഞ്ഞു എനിക്ക് വരാൻ പറ്റത്തില്ല. ഐ ഹാവ് church mass to attend, so I wouldn't be able to come. Kindly excuse me. I'll cover up on some other day. I'll do overtime some other day. പക്ഷെ അവർ ഭയങ്കര stubborn ആയിരുന്നു. എൻ്റെ ടീമിൽ ക്രിസ്ത്യാനിയായിട്ടും സൗത്ത് ഇന്ത്യൻ ആയിട്ട് ഞാൻ മാത്രമേ ഉള്ളായിരുന്നു. It was a team of 25 people. എല്ലാവരും യങ്സ്റ്റേഴ്സ് ആയിരുന്നു. She was also kind of our age. She took that as an offense. അതൊരു ഒഫെൻസീവ് ആയിട്ടുള്ള ഒരു റെസ്പോൺസ് പോലെ അദ്ദേഹത്തിന് തോന്നി. അപ്പോൾ എന്നോട് തിരിച്ചു ചോദിക്കാൻ തുടങ്ങി, അങ്ങനെയാണെങ്കിൽ നിനക്ക് 2 ആഴ്ചക്കുള്ളിൽ വേറൊരു ജോലി കണ്ടുപിടിക്കാൻ പറ്റുമോ? അത് അദ്ദേഹം ഉദ്ദേശിച്ചത്, നീ നാളെ ഞായറാഴ്ച ജോലിക്ക് വന്നില്ലെങ്കിൽ ഈ ജോലിയിൽ നിന്ന് ടെർമിനേറ്റ് ചെയ്യുവാൻ തക്കവണ്ണം 2 ആഴ്ചത്തേക്കുള്ളിൽ എനിക്ക് ആ ശക്തി ഉണ്ട്, എനിക്ക് എൻ്റെ പക്കൽ ആ പവർ ഉണ്ടെന്നുള്ള കാര്യമായിരുന്നു എംഫസൈസ് ചെയ്തത്. അപ്പോൾ ഞാൻ ഷോക്കിലായി. കാരണം എൻ്റെ ഹോൾ കരിയർ പ്ലാൻ ഈ കമ്പനിയെ ബേസ് ചെയ്താണ്. എന്നാലും ഞാൻ റെസ്പോൺസായിട്ട് പറഞ്ഞു, യെസ് ഐ വിൽ ഫൈൻഡ് എ ജോബ് ഇൻ 2 weeks എന്ന് പറഞ്ഞ് ഞാനൊന്നും ചിന്തിക്കുന്നില്ല. വേറെ ഞാൻ ജോലികൾ അപ്ലൈ ചെയ്തിട്ടില്ല, വേറെ ഓഫേഴ്സ് ഒന്നുമില്ല. ബട്ട് ഐ വാസ് ഹേർഡ് ദാറ്റ് ഐ വാസ് എക്സ്പെക്റ്റഡ് ടു കം ടു വർക്ക് ഓൺ എ സൺഡേ. Though I was very flexible, I was one of the top leading performer of the team. But I had a guilt feeling that I shouldn't miss a Sunday worship. So
ഞാൻ അടുത്ത ദിവസം സൺഡേ ജോലിക്ക് പോയില്ല. ഞാൻ മൺഡേ തിരിച്ച് ജോലിക്ക് ചെന്നപ്പോൾ മോക്കറി തുടങ്ങി, കളിയാക്കൽ തുടങ്ങി. അവൾ ഒരു കമ്പനിയുടെ CEO, അതുകൊണ്ട് അവൾക്ക് ഈ ജോലി ആവശ്യമില്ലാത്ത എന്നൊക്കെ അവർ പറഞ്ഞ് ഒത്തിരി കുത്തുവാക്കുകൾ എല്ലാവരും കൂടി പറയാൻ തുടങ്ങി. അപ്പോഴൊക്കെ ഞാൻ ദൈവത്തോടെ ചോദിച്ചു, നിനക്ക് വേണ്ടി നിൽക്കാൻ വേണ്ടിയല്ലേ ഞാൻ ഒരുപാട് ഓപ്ഷൻസ് വിട്ടിട്ട് നീ കാണിച്ചു തന്ന വഴിയിൽ വന്നെത്തിയത്? നിനക്ക് വേണ്ടിയല്ല ഞാൻ ഞായറാഴ്ചത്തെ ആരാധനയ്ക്ക് ജോലി വേണ്ടെന്ന് വെച്ച് പോകുന്നത്. അപ്പൊ എന്തുകൊണ്ട് എനിക്ക് ഇങ്ങനെ ഒരു ഇഷ്യൂ, ഒരു സ്ട്രഗിൾ ഫേസ് ചെയ്യേണ്ടി വരുന്നു എന്നുള്ളൊരു ചിന്ത എന്നെ മനസ്സിലൂടി വന്നു. അപ്പോൾ എന്നെ ബലപ്പെടുത്തിയ ഒരു വാക്യമാണ് ഞാൻ ആദ്യം വായിച്ചത്. അവനിൽ ആശ്രയിക്കുന്നവർ ഒരു നാളും ലജ്ജിക്കപ്പെടുകയില്ല എന്നുള്ള ആ വചനം എന്നെ ബലപ്പെടുത്താൻ ഇടയായിത്തീർന്നു. എൻ്റെ ഫാമിലി എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങി. എൻ്റെ ചർച്ച് മെമ്പേഴ്സ്, എൻ്റെ ഫ്രണ്ട്സ്, ഇവരെല്ലാവരും പ്രാർത്ഥന കാരണം ദൈവം എന്തായാലും ഒരു വഴി തുറക്കും. ജോലി ഏതെങ്കിലും നഷ്ടപ്പെടുന്ന കാര്യം ഉറപ്പായി തീർന്നു. കാരണം അവരങ്ങനെ ഹരാസ് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ എന്തായാലും കർത്താവിൻ്റെ ഇത് നടക്കട്ടെ എന്ന് പറഞ്ഞ് ഞാൻ അവരുടെ മുൻപിൽ നിൽക്കുമ്പോൾ പെട്ടെന്ന് എനിക്കൊരു ഇമെയിൽ ലഭിക്കാനായിട്ട് ഇടയായിത്തീർന്നു. ഞാൻ 6-7 മാസം മുമ്പ് അപ്ലൈ ചെയ്തൊരു ജോലി അവർ വീണ്ടും ഓപ്പൺ ചെയ്തു. അതിനായിട്ട് എന്നെ അവർ ജോലിക്ക് ഇന്റർവ്യൂവിന് ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞൊരു ഇമെയിൽ എനിക്ക് ലഭിക്കാനായി ഇടയായിരുന്നു. വളരെ പെട്ടെന്നായിരുന്നു. അന്ന് രാത്രി തന്നെ ഒരു വീഡിയോ ഇന്റർവ്യൂ കംപ്ലീറ്റ് ചെയ്യുവാൻ തക്കണം, അത് സക്സസ്ഫുള്ളി ക്ലിയർ ചെയ്യുവാൻ തക്കണം, അതിനോട് ചേർന്ന് ഒരു ബാക്ക്ഗ്രൗണ്ട് വെരിഫിക്കേഷൻ ചെയ്യുവാൻ തക്കണം ഒക്കെ ഇടയായിരുന്നു. ഇതൊക്കെ നടക്കുമ്പോൾ ഞാൻ ഇത് പെട്ടെന്നായിരുന്നു ഞാൻ ചിന്തിക്കുന്നില്ല ഇത് ഏത് കമ്പനിയാണ്, എയർലൈനാണെന്ന് മാത്രമേ ഞാൻ അറിയുന്നുള്ളൂ, യുണൈറ്റഡ് എയർലൈൻസ് എന്ന് പറഞ്ഞു. ഞാൻ അവരുടെ ഡീറ്റെയിൽസ് അറിയത്തില്ല. ഞാൻ ഇന്ത്യയിൽ ഇല്ലാത്തൊരു എയർലൈനാണ്. എന്തായാലും ഓപ്ഷൻ ഇതിനുള്ളല്ലോ എന്ന് വെച്ച് ഞാൻ ധൈര്യത്തോടെ അതെല്ലാം കർത്താവിൽ ആശ്രയിച്ച് ചെയ്തു. പെട്ടെന്ന് തന്നെ എനിക്ക് അടുത്ത ദിവസം ഇൻ-പേഴ്സൺ ഇന്റർവ്യൂ USA-ന്ന് മാനേജേഴ്സും ഡയറക്ടേഴ്സും കടന്നു വന്നിട്ടുണ്ട്. അപ്പോൾ ഇൻ-പേഴ്സൺ ഇന്റർവ്യൂ പറ്റുമെന്ന് പറഞ്ഞ് അവരെന്നെ വിളിച്ചു. ഞാൻ റിക്വസ്റ്റ് ചെയ്തപ്പോൾ എനിക്ക് ലീവ് കിട്ടിയില്ല. പക്ഷെ എന്തോ പ്രാർത്ഥിച്ച് വീണ്ടും ചോദിച്ചപ്പം എൻ്റെ മാനേജർ പറഞ്ഞു, ഹാഫ് ഡേ ലീവ് എടുത്തിട്ട് പോയി, എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ നിന്റെ ആവശ്യം ചെയ്ത് തിരിച്ചു വരിക. അങ്ങനെ ഞാൻ ഇന്റർവ്യൂവിന് കടന്നു ചെല്ലുമ്പോൾ ഞാൻ കാണുന്നത് ഒരു റൂമിൽ മുഴുവൻ എന്നെക്കാളും അത്യാവശ്യം പ്രായമുള്ള വ്യക്തികളാണ്. വെൽ ഡ്രസ്ഡ്, എല്ലാവരും സൂട്ടും, ഒത്തിരി ഫയൽസ് ഉണ്ട് കയ്യിൽ, ആണുങ്ങളാണ് കൂടുതലും. ഞാൻ സംസാരിച്ചപ്പോഴത്തേക്കും എല്ലാവർക്കും ഒരു 6, 7, 8, 10 വർഷത്തെ എക്സ്പീരിയൻസാണ്. അപ്പൊ അവര് എന്നെ ഒരു തമാശയോട് കൂടാണ് നോക്കുന്നത്, ഈ കൊച്ചു വേണ്ട എന്താ ഈ ഇന്റർവ്യൂവിൽ വന്നിരിക്കുന്നതെന്നുള്ള. എനിക്ക് മനസ്സിലാവുന്നില്ല എന്തോ നടക്കുന്നതെന്നുള്ളത്. എന്നാലും ഇതുവരെ കൊണ്ട് എത്തിച്ച ദൈവം മുൻപോട്ട് എന്തെങ്കിലും പദ്ധതി കാണുമോ എന്നൊരു മനസ്സിലൊരു വിശ്വാസം ഉണ്ടായിരുന്നു. ഞാൻ ആ ഇന്റർവ്യൂവിൽ അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു. 3 റൗണ്ട് ഉണ്ടായിരുന്നു ഇൻ-പേഴ്സൺ ആയിട്ടുള്ള. അതെല്ലാം എനിക്ക് ക്ലിയർ ചെയ്യുവാനായിട്ടൊക്കെ ദൈവം അവസരങ്ങൾ ഒരുക്കി തന്നു. അതെല്ലാം ക്ലിയർ ചെയ്തപ്പോൾ ഞാൻ വിചാരിച്ചു, ഓക്കെ, ഉറപ്പായി ഈ ജോലി എനിക്ക് ലഭിക്കും, എൻ്റെ സങ്കടങ്ങളും ഭാരങ്ങളെല്ലാം മാറും, ദൈവം മാനിക്കാൻ പോവുക എന്നുള്ളൊരു ഉറപ്പ്. 3 സെഷൻ കഴിഞ്ഞിട്ട് എന്നെ HR പെട്ടെന്ന് കാണാൻ വന്നു. ഞാൻ വിചാരിച്ചു, ഓക്കെ, ഇത് കൺഫേം ആയിരിക്കും, എല്ലാം ക്ലിയർ ആയി. എന്നെ സൈഡിൽ വിളിച്ച് നിർത്തിയിട്ട് പറഞ്ഞു, വെരി സോറി, നിന്റെ 6 മാസത്തെ ഇന്റേൺഷിപ്പ് എക്സ്പീരിയൻസ് ഞാൻ 6 വർഷമായിട്ടാണ് കണ്ടത്. അപ്പം എൻ്റെ എയർലൈൻ എക്സ്പീരിയൻസ് 6 മാസത്തെ അദ്ദേഹത്തിൻ്റെ കണ്ണിൽ ദൈവം ഒരു 6 വർഷത്തെ എക്സ്പീരിയൻസ് ആയിട്ട് കാണണം. ഞാൻ വിശ്വസിക്കുന്നു അത് ദൈവമായ ഇടപെടലായിരുന്നായിരിക്കും. അങ്ങനെ ഒരു കാര്യം പറഞ്ഞിട്ട് എന്നോട് പറഞ്ഞു, സോ സോറി, വി കനോട്ട് ഓഫർ എ ജോബ്, പ്ലീസ് ഗോ ബാക്ക് ടു യുവർ വർക്ക് പ്ലേസ്. അപ്പം സങ്കടപ്പെട്ട് ഞാൻ മടങ്ങി പോകാൻ തുടങ്ങി. വീണ്ടും ഈ 2 ആഴ്ചത്തെ ക്ലോക്ക് എൻ്റെ മുമ്പിലുണ്ട്. അങ്ങനെ ഭാരപ്പെട്ടിരിക്കുമ്പോൾ പെട്ടെന്ന് എനിക്ക് അടുത്തൊരു കോൾ വരുന്നു, വി വുഡ് ലൈക്ക് ടു ഓഫർ യു അനദർ റോൾ. ഇന്ന് ആ കമ്പനിയിൽ ഇല്ലാത്ത, ആ ടീമിൽ ഇല്ലാത്ത ഒരു റോൾ നിനക്ക് ഓഫർ ചെയ്യാൻ ചെയ്യുന്നു. അസോസിയേറ്റ് അനലിസ്റ്റ് ആയിട്ടുള്ള ഒരു ഓപ്പണിംഗ് ആണ്. നിനക്ക് താല്പര്യമുണ്ടെങ്കിൽ നിനക്ക് വന്ന് ജോയിൻ ചെയ്യാം എന്നുള്ളൊരു കോൾ. ഞാൻ മുമ്പിൽ വേറെ ഓപ്ഷൻസ് ഇല്ലാത്തതുകൊണ്ട് ചാടിക്കയറി ബാക്കി ഡീറ്റെയിൽസ് ഒന്നും ചോദിച്ചില്ല. താങ്ക് യു സോ മച്ച്, ഐ അക്സെപ്റ്റ് ഓഫർ എന്ന് വെർബലി കൺഫർമേഷൻ കൊടുത്തു. അപ്പോൾ അവരൊരു കാര്യം പറഞ്ഞു, ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്, നീ അപ്ലൈ ചെയ്ത പൊസിഷൻ്റെ സാലറി അല്ല നിനക്ക് കിട്ടാൻ പോകുന്നത്, അതിലും നിന്റെ എക്സ്പീരിയൻസ് അനുസരിച്ച് കുറവായിട്ടുള്ളൊരു സാലറി ആയിരിക്കും നിനക്ക് ലഭിക്കാൻ പോകുന്നത്. അപ്പം ഞാൻ വിചാരിച്ച ജോലി ഏതെങ്കിലും 2 ആഴ്ച എനിക്ക് കാണത്തില്ല, അപ്പം എന്ത് കിട്ടിയാലും നല്ലതല്ലേ എന്നുള്ള ഒരു ചിന്തയിൽ ഞാൻ അത് അക്സെപ്റ്റ് ചെയ്ത് എനിക്ക് ആ ലെറ്റർ അവർ എൻ്റെ കയ്യിൽ ഓഫർ ലെറ്റർ കിട്ടിയപ്പം ഞാൻ അപ്പോൾ കറന്റ് ജോബ് ചെയ്തുകൊണ്ടിരുന്ന സെമി ഗവൺമെൻറ് ഓർഗനൈസേഷൻ്റെ ഡബിൾ സാലറിയാണ് അന്ന് അവരെനിക്ക് ഓഫർ ചെയ്യാൻ തയ്യാറായത്. ഞാനൊരു 6 മാസം പിടിച്ച് അവിടെ നിന്നായിരുന്നെങ്കിൽ എനിക്ക് പ്രൊമോഷൻ കിട്ടിയാണ്. പക്ഷെ ഒരിക്കലും ഈ റേഞ്ചിലുള്ള ഒരു സാലറി സ്കെയിലോട്ട് ഞാൻ എൻ്റർ ചെയ്തില്ലായിരുന്നു. അപ്പം എനിക്ക് എൻ്റെ മുൻപിലുള്ള എനിക്കറിയാം എന്നെക്കാളും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒത്തിരി പേരാണ്, ഇതിലും അധികം സാക്ഷ്യങ്ങൾ നിങ്ങളുടെ വെക്കലുണ്ട്. പക്ഷെ എനിക്ക് യുവജനങ്ങളോടാണ് പറയേണ്ടത്, ജീവിതത്തിൽ വെൻ യു ഹാവ്
to come across, when you come across a path where you have to choose between God and the opportunities that you have in hand, please make a choice to choose God. I wasn't perfect when I was choosing to go to Sunday worship. It was a principle that I had. But I didn't know എങ്ങനെ അത് മുൻപോട്ട് എന്ത് ഞാൻ ചെയ്യുമെന്ന് ഞാൻ ചിന്തിച്ചില്ലായിരുന്നു. I just took a step with faith. So what ended up happening is ആ 2 ആഴ്ച തീരുന്ന ആ 14ാമത്തെ ദിവസം എനിക്ക് അങ്ങോട്ട് ഒരു റെസിഗ്നേഷൻ കൊടുക്കുവാൻ ദൈവം ഇടയാക്കി തീർത്തു. അപ്പോഴാണ് ഞാൻ എൻ്റെ ആഴം അറിയുന്നത്. കാരണം ആ മാനേജർ ഉൾപ്പെടെ എൻ്റെ ടീമിലുള്ള അനേകം പേര് ജോലി മാറുവാൻ ശ്രമിക്കുകയാണ്. അപ്പൊ അവർക്ക് വർഷങ്ങളായിട്ട് ശ്രമിക്കാത്ത കാര്യം ഞാൻ 2 ആഴ്ചയിൽ എനിക്ക് ലഭിച്ചു എന്ന് പറഞ്ഞപ്പോൾ അവർക്ക് ഒരു ചെറിയ തോന്നലൊക്കെ ഇവളൊരു വ്യത്യാസമുള്ള ആളാണല്ലോ, ഇവരുടെ ഉള്ള ദൈവം ചിലപ്പോൾ പ്രാർത്ഥനയിരിക്കുന്ന ഒരു ദൈവമാണല്ലോ എന്നൊരു ചിന്ത. ചുരുക്കി പറഞ്ഞ് ഇന്നും അവരുമായിട്ടൊക്കെ നല്ല ആത്മബന്ധമുണ്ട്. ആ മാനേജറായിട്ടായാലും ഒക്കെ പിന്നെ അവർ വന്നിട്ട് അപ്പോളജൈസ് ചെയ്തു എന്നോട്. അപ്പം അങ്ങനെ ഒരു സാക്ഷ്യം ഇന്നിപ്പോൾ സഭയിൽ പറയാനായിട്ടും ഞാൻ റിസൈൻ ചെയ്ത ഓർഗനൈസേഷനിൽ ഇങ്ങനെ ഒരു ദൈവം ഉണ്ടെന്നൊന്ന് സാക്ഷ്യപ്പെടുത്താനായിട്ടും ഞാൻ കടന്നു നിന്ന ഓർഗനൈസേഷനിൽ അവർക്കും അത്ഭുതം എങ്ങനെ ഏവിയേഷൻ എക്സ്പീരിയൻസ് ഇല്ലാത്ത നിന്നെ ജോലിക്ക് എടുത്താൽ. എൻ്റെ കൂടെ ജോലി ചെയ്യുന്ന ആളുടെ ഒരു കോവർക്കറിന്റെ പേര് ആലിസ് ആയിരുന്നു. അപ്പോൾ പുള്ളി അദ്ദേഹം എപ്പോഴും കളിയാക്കുമായിരുന്നു, ആ ആലിസിനെ കിട്ടുന്ന ഓഫർ ലെറ്ററാണ് നിനക്ക് വന്നിട്ടുണ്ട്, എന്തോ തെറ്റ് പറ്റിപ്പോയതാന്ന് പറഞ്ഞ്. അവിടെ എനിക്ക് കർത്താവിനെ സാക്ഷിക്കാൻ പറ്റി. എൻ്റെ കഴിവല്ല, എന്നെ മെടുക്കല്ല, ദൈവം എന്തോ ഉണ്ടോ ഒരുക്കിയ വഴിയാണ്. അതേ കമ്പനിയിലാണ് ഞാൻ കഴിഞ്ഞ 7 വർഷമായിട്ട് ജോയിൻ ചെയ്യുന്നത്. എന്നെ അന്ന് കളിയാക്കിയ കോവർക്കറിനേക്കാളും മേലെ ദൈവം ഇന്ന് എന്നെ ആക്കി വെച്ചിരിക്കുന്നു. അതെല്ലാം അവർക്കും അറിയാം എൻ്റെ കഴിവല്ല, എനിക്കറിയാം എൻ്റെ കഴിവല്ല, ദൈവത്തിൻ്റെ ഒരു കൃപയും കർമ്മയും മാത്രം. അപ്പോൾ എക്സാം നടക്കുന്ന യൂത്തിനോട്, യു മൈറ്റ് ഫീൽ ലൈക്ക് സ്റ്റേയിങ് അറ്റ് ഹോം ആൻഡ് സ്റ്റഡിങ് ഓൺ സൺഡേ ആ കുറച്ച് നേരം കൂടെ വീട്ടിൽ നിന്ന് പഠിച്ചാൽ കുറച്ചുകൂടെ മാർഗം മേടിക്കാമെന്ന് തോന്നുമായിരിക്കും. പക്ഷെ അത് ആ ചിന്ത വിട്ട് കർത്താവ്